all, welcome to iPlus. ഞാൻ അക്ഷര. ഇന്ന് നമ്മൾക്ക് ചാലഞ്ചസ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ് ഇൻ എ ഡൈവേഴ്സ് ക്ലാസ് റൂം. നമുക്കറിയാം ക്ലാസ് റൂമിൽ പല തരത്തിലുള്ള കുട്ടികളാണ് വരുന്നത്. അപ്പോൾ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്, എറേഴ്സ് എന്തൊക്കെയാണ്, ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Teaching language in a diverse classroom can be rewarding a challenging experience. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ക്ലാസ് റൂമിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വിജയം എന്ന് തന്നെ പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ വളരെ നല്ല രീതിയിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് പോകണമെങ്കിൽ എന്താവശ്യമാണ്, നമുക്ക് ഒരുപാട് ചലഞ്ചുകൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ ചലഞ്ചുകളെയൊക്കെ നല്ല രീതിയിൽ നേരിട്ട് വിജയിച്ചാൽ മാത്രമേ നല്ലൊരു രീതിയിൽ ആ ഒരു ടീച്ചിങ് ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. The challenges often arise from differences in language proficiency, learning styles and cultural background among students. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചലഞ്ചസ് എറേസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികൾക്കും പല ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആകും, പലർക്കും പല ലേണിംഗ് സ്റ്റൈലായിരിക്കും, പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് പല ചലഞ്ചസും ഒരു ലാംഗ്വേജ് ക്ലാസ് റൂമിൽ വരുന്നത്. എല്ലാ ക്ലാസ് റൂമിലും വരും. അപ്പോൾ ഇവിടെ നമ്മൾ ലാംഗ്വേജ് ക്ലാസ് റൂമിൻ്റെ കാര്യമാണ് സ്പെസിഫിക് ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള എന്തൊക്കെയാണ് ചലഞ്ചസ് എന്ന് നോക്കാം. ഡൈവേഴ്സ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ലെവൽ, നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളെ ഒന്ന് നമ്മൾ എലാബറേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഡൈവേഴ്സ് ആയിട്ടുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ലെവലിൽ നമുക്ക് അതിൽ അറിയേണ്ട ഒരു പോയിന്റാണ് ഹെറ്ററോജീനിയസ് ലാംഗ്വേജ് എബിലിറ്റീസ്. സ്റ്റുഡൻസ് ഇൻ ദ സെയിം ക്ലാസ് റൂം ഹാവ് വേരിങ് ലെവൽ ഓഫ് പ്രൊഫിഷ്യൻസി. ഇപ്പോൾ ഒരേ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു 30 കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ 30 പേർക്കും 30 ലെവൽ പ്രൊഫിഷ്യൻസി ആയിരിക്കും അല്ലേ. അപ്പോൾ ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള ഈ ഒരു കഴിവ് എന്തായിരിക്കും, 30 പേരിലും 30 രീതിയിലായിരിക്കാം. നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സമയത്ത് ഇപ്പം സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന കുട്ടികളും കാണും, അതിൻ്റെ ABCD പോലും അറിയാത്ത കുട്ടികളും കാണും. ഇത്തരത്തിലുള്ള ഒരു ഹെട്രോജീനസ് ആയിട്ടുള്ള ക്ലാസ് റൂമാണ്. ഹെട്രോജീനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈവിധ്യമുള്ളതെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ എന്നൊക്കെ പണ്ട് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്, അതേ ഒരു ടേം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലർ എന്തായിരിക്കും ഫ്ലുവൻറ്റ് സ്പീക്കേഴ്സ് ആയിരിക്കും, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന കുട്ടികൾ കാണും. ചിലർ ബിഗിനേഴ്സ് ആയിരിക്കും, ചിലർക്ക് എന്തായിരിക്കും ലിമിറ്റഡ് പ്രൊഫിഷ്യൻസിയെ കാണത്തുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഹെട്രോജീനിയസ് ലാംഗ്വേജ് എബിലിറ്റീസ് ഉള്ള ക്ലാസ് റൂമുകളിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിൽ ക്ലാസ് എടുക്കുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്തത് ലിമിറ്റഡ് പ്രയർ എക്സ്പോഷർ. അതായത് നമുക്കൊരു പ്രയറായിട്ട് ആ ഒരു ഏരിയയെക്കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാം. എന്നാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പലർക്കും പല ടൈപ്പ് ലെവൽ ഓഫ് എക്സ്പോഷർ ആയിരിക്കും അല്ലേ. ഇപ്പോൾ ചില കുട്ടികൾക്ക് എന്താണ് ഓൾറെഡി അവർക്ക് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് അവർക്ക് കുറച്ച് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. അപ്പോൾ ക്ലാസ് റൂമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എന്താണ് ചില കുട്ടികൾക്ക് എന്താണ് പഠിക്കുന്നതെന്നും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും അറിഞ്ഞിട്ട് വരുന്നവർ കാണും. പിന്നെ അതിനകത്ത് മേക്കിംഗ് ചലഞ്ച് മീറ്റ് ദ നീഡ്സ് ഓഫ് ഓൾ ലേണേഴ്സ്. ചിലർ പുതുതായിട്ട് പഠിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കാം. അടുത്തത് കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി. അടുത്തൊരു പോയിൻ്റാണ്. നമുക്കറിയാം കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാകും. ഈച്ച് വിത്ത് ഇറ്റ് ഓൺ സെറ്റ് ഓഫ് നോംസ്, വാല്യൂസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഡൈവേഴ്സ് ലെവലായിട്ടുള്ള ക്ലാസ് റൂമുകളിലോട്ട് എത്തുമ്പോൾ നമുക്കറിയാം പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ കാണും. അപ്പോൾ അവർക്ക് പല നോംസും വാല്യൂസും കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലും ഒക്കെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ക്യാറ്റർ ചെയ്ത് കൊണ്ടുപോകുക എന്നത് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ടിങ് ദീസ് ഡിഫറൻസസ് ഈസ് ക്രൂഷ്യൽ ഫോർ എഫക്റ്റീവ് ടീച്ചിങ്. അപ്പോൾ ഈ ഒരു കൾച്ചറൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, വൈവിധ്യങ്ങളെ തിരിച്ചറിഞ്ഞും എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുകയും അതോടൊപ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിൽ
ടീച്ചിങ് നടത്തുക എന്നുള്ളത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റുഡൻസ് മേ സ്പീക്ക് ഡിഫറെൻറ്റ് നേറ്റീവ് ലാംഗ്വേജ്. പല നേറ്റീവ് ലാംഗ്വേജ് സംസാരിക്കുന്ന കുട്ടികളുള്ള ക്ലാസ് റൂമിൽ എത്തിയുള്ള അവസ്ഥ നോക്കിക്കുകയും അപ്പോൾ അവിടെ പല വിധത്തിലുള്ള വേരിയേഷൻസ് വരാം. ഫൊണോളജി, സിൻടാക്സ്, വൊക്കാബുലറിയിലൊക്കെ ഒരുപാട് വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദിസ് ക്യാൻ അഫക്ട് ദെയർ എബിലിറ്റി ടു ഗ്രാസ്പ് സർട്ടൻ ലാംഗ്വേജ് കൺസെപ്റ്റ്. അപ്പോൾ പർട്ടിക്കുലർ ലാംഗ്വേജ് പഠിച്ചവർക്ക് ചിലപ്പോൾ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് മുമ്പ് പഠിച്ച ലാംഗ്വേജിൻ്റെ ഇൻഡിഫറൻസ് കൊണ്ട് ചില കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. നെക്സ്റ്റ്, ലേണിംഗ് സ്റ്റൈൽ ആൻഡ് പ്രിഫറൻസ്. ഡൈവേഴ്സ് ലേണിംഗ് സ്റ്റൈലാണ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ ഈ ഡൈവേഴ്സ് ലേണിംഗ് സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ ചില കുട്ടികൾക്ക് വിഷ്വൽ എയ്ഡ്സ് ആയിരിക്കും അവർക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവാം. ചില കുട്ടികൾക്ക് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം മിക്സ് ചെയ്യേണ്ടി വരും അല്ലേ. വിഷ്വൽ എയ്ഡ്സ് മാത്രം വെച്ച് നമുക്ക് ക്ലാസ് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അപ്പോൾ സാഹചര്യങ്ങളനുസരിച്ച് വിഷ്വൽ എയ്ഡ്സ് വേണ്ടെടുത്ത് അതും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വേണ്ടെടുത്ത് അതും ഒക്കെ കൊടുത്ത് എന്ത് വേണം, നമ്മൾ ക്ലാസ് റൂം മുന്നോട്ട് കൊണ്ടുപോകണം. അഡാപ്റ്റിംഗ് ടീച്ചിങ് മെത്തേഡ് ടു അക്കോമഡേറ്റ് ദീസ് ഡിഫറൻസസ് ഈസ് എസെൻഷ്യൽ. അപ്പോൾ ഇവർക്ക് എല്ലാം എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പല അഡാപ്റ്റേഷനും നമുക്കറിയാം. ടീച്ചർ ഫ്ലെക്സിബിൾ ആക്കണം. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ടീച്ചറിന് സാധിക്കണം. അടുത്തത് വേരിഡ് പ്രയർ ലേണിംഗ് എക്സ്പീരിയൻസ്. ഇവിടെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ഈ സ്റ്റൈലിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പോൾ അദ്ദേഹം ഡിഫറെൻറ്റ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസിൽ നിന്ന് വന്നവരായിരിക്കും. ഇപ്പം ചിലപ്പോൾ അവർ മുമ്പ് പഠിച്ചത് കൂടുതലായിട്ട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വെച്ച് പഠിച്ചവരാണെങ്കിലും പുതിയ എടുത്തോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അപ്പോൾ ടീച്ചിങ് മെത്തേഡ് മെറ്റീരിയൽസും ഒക്കെ അതിനെക്കുറിച്ചുള്ള അവരുടെ എക്സ്പെക്റ്റേഷൻ വ്യത്യാസമായിരിക്കും. കാരണം അവർ മുമ്പ് പഠിച്ചു വന്ന സാഹചര്യത്തിൽ നിന്ന് പുതിയൊരു സാഹചര്യത്തിലോട്ട് വരുമ്പോൾ അവർ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കാണും. അപ്പോൾ അത് അനുസരിച്ച് ക്ലാസ്സുകൾ കൊണ്ടുപോകാനായിട്ട് ടീച്ചർ ശ്രമിക്കണം. അപ്പോൾ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു സ്ട്രൈക്ക് എ ബാലൻസ് ദാറ്റ് എൻഗേജ് ആൻഡ് ചാലഞ്ചസ് ഓൾ സ്റ്റുഡൻസ്. അപ്പോൾ അല്ലേ, നമുക്ക് ക്ലാസ് റൂം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൂട്ടം ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് മാത്രം അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുപോകുന്ന ഒരു ക്ലാസ് റൂം ആക്കാൻ പറ്റില്ല. നമുക്കെപ്പോഴും ഡെമോക്രാറ്റിക് ക്ലാസ് റൂമാണ് ആവശ്യം. അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികളെ എല്ലാവരെയും എൻഗേജ് ചെയ്യുന്ന തരത്തിൽ ഒരേപോലുള്ള ചലഞ്ച് എല്ലാവർക്കും കൊടുക്കുന്ന തരത്തിൽ. ഇപ്പോൾ ഇവിടെ ചലഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ചലഞ്ചുകളിലൂടെ കുട്ടികളെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ചില കാര്യങ്ങൾ വളരെ ഈസി ആയിരിക്കും, ചിലർക്കത് ചലഞ്ചിങ് ആയിരിക്കും. അതുപോലെ എല്ലാവർക്കും ഒരേപോലെ ചലഞ്ചിങ് ആയിട്ടുള്ള അവർക്കത് എന്ത് ചെയ്യണം, ആ ചലഞ്ചിനെ ഓവർകം ചെയ്ത് കുട്ടികൾ മുന്നോട്ട് വരണം. ആ രീതിയിൽ ക്ലാസ് റൂം കൊണ്ടുപോകാനായിട്ട് ടീച്ചർ ശ്രമിക്കേണ്ടതാണ്. അടുത്ത ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ്, എറേഴ്സ് ആൻഡ് ഡിസോർഡേഴ്സ്. കുറച്ചും കൂടെ നമ്മൾക്ക് അടുത്ത ലെവലിലോട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ കുറച്ച് ടേംസ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. ലാംഗ്വേജ് ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ഡിഫിക്കൽട്ടി വരാം. Some may face specific challenges in language acquisition. അപ്പോൾ ചിലർക്ക് ലാംഗ്വേജ് അക്വയർ ചെയ്തെടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് കാണും. പ്രൊനൗൺസിയേഷൻ, ഗ്രാമർ, വൊക്കാബുലറി ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അവിടെ നമുക്ക് ടാർഗറ്റഡ് സപ്പോർട്ടും ഇൻ്റർവെൻഷനും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അത്തരം കുട്ടികളെ നമുക്ക് കൃത്യമായിട്ട് അവർക്ക് എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, എങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ബെറ്ററാക്കി എടുക്കാം എന്നുള്ള ആ ഇടപെടലുകൾ ആവശ്യമാണ്. പിന്നെ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്തുള്ള സപ്പോർട്ടുകൾ അവർക്ക് ആവശ്യമാണ്. ഈ ലാംഗ്വേജ് എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിപ്പം സംസാരിക്കുന്ന സമയത്താണെങ്കിലും എഴുതുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഐഡിയാസ് കോംപ്രിഹെൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും വരുന്ന എററുകളുണ്ട്. അതിനെയാണ് ലാംഗ്വേജ് എറർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നോർമൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എററും അതോടൊപ്പം തന്നെ പെർസിസ്റ്റന്റ് മിസ്റ്റേക്കും എന്നുള്ളതും രണ്ടാണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ തീരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളും മിസ്റ്റേക്സ് വരുത്തുന്നത് സ്വാഭാവികമാണ്. അവർ ആ തെറ്റുകളിലൂടെയാണ് പഠിച്ചു വരുന്നത്. അവരൊരു കോഗ്നിറ്റീവ് ലെവൽ അനുസരിച്ച് കൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് എഴുതാനും പറയാനും കോംപ്രിഹെൻഡ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. എന്നാൽ അവരുടെ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആ ഒരു വളർച്ച കൂടുന്നതനുസരിച്ചുകൊണ്ട് അവർക്ക് അവർ വരുത്തുന്ന മിസ്റ്റേക്കുകളുടെ എണ്ണം കുറഞ്ഞു വരും. അപ്പം തുടക്കത്തിൽ സ്വാഭാവികമായിട്ടുള്ള എററുകൾ, നോർമൽ എറർ വരാം. പക്ഷേ ചിലപ്പോൾ
അടുത്ത കോഗ്നിറ്റീവ് ലെവലൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടും ഇത്തരം മിസ്റ്റേക്കുകൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെന്താ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്തൊക്കെ എന്താണ് വലിയൊരു ക്ലാസ്സിലെ കുട്ടി ഒരുപാട് മിസ്റ്റേക്ക് വരുത്തിയാലും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ആ കുട്ടിക്ക് എന്താ അറ്റൻഷൻ കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അവർക്ക് അഡീഷണൽ അറ്റൻഷൻ അവർക്ക് അവിടെ നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇത് ലാംഗ്വേജ് ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്കും പല കുട്ടികൾക്കും ലാംഗ്വേജ് ഡിസോർഡേഴ്സ് ഉള്ളവർ കാണും. സ്പീച്ചിലും ലാംഗ്വേജ് ഇമ്പാവർമെൻറ്റിലും ഒക്കെ അവർക്ക് അങ്ങനെ പ്രോബ്ലംസ് ഉള്ളവർ കാണും. അപ്പോൾ അവർക്ക് അത്തരം പ്രോബ്ലംസ് കൊണ്ട് പല സമയത്തും ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പം അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ലിമിറ്റഡ് റിസോഴ്സുകൾ കുട്ടികൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ്. ചില കേസിൽ എന്താണ് റിസോഴ്സുകൾ കുറവാകും. ചില കോണ്ടെക്സ്റ്റിലൊക്കെ വരുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് ബുക്കും ലാംഗ്വേജ് ലേണിംഗ് മെറ്റീരിയലും ടെക്നോളജിയുടെ ഒക്കെ കുറവ് കൊണ്ട് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഡിഫിക്കൽട്ടീസും എറേഴ്സും ഒക്കെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ഇത്തരത്തിൽ റിച്ച് ആൻഡ് ഡൈവേഴ്സ് ലേണിംഗ് എൻവയോൺമെൻറ്റ് നമ്മൾ പഠിപ്പിക്കുക എന്നുള്ള കാര്യം ചില സമയത്ത് ചലഞ്ചിങ് ആയിട്ട് തീരാൻ സാധ്യതയുണ്ട്. ഇനി ടീച്ചർ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇത്തരം ചലഞ്ചസ് വരുന്ന സമയത്ത് അതിനെ നേരിടാനായിട്ട് ടീച്ചറിൻ്റെ പ്രൊഫഷണലി കുറച്ച് ഡെവലപ്മെൻറ്റൊക്കെ വരണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ എന്താണ് ഇഫക്റ്റീവായിട്ട് കൊണ്ടുവന്നാലേ നമുക്ക് എന്താ ഈ ടീച്ചറിന് ഡൈവേഴ്സ് ലാംഗ്വേജ് ക്ലാസ് റൂമുകളിലെ നീഡ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ തിയറട്ടിക്കൽ നോളജ് മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ ചലഞ്ചസിനെ ഒന്നും ഫേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ട്രെയിനിങ് സെക്ഷൻസും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് സെക്ഷൻസും ഒക്കെ ആവശ്യമാണ്. സ്ട്രാറ്റജീസ് ഫോർ ഡിഫറൻസിയേഷൻ, കൾച്ചറൽ റെസ്പോൺസീവ് ടീച്ചിങ് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് ഓൺഗോയിങ് ടീച്ചർ ട്രെയിനിങ്. ടീച്ചർ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഡിഫറൻസിയേഷൻ അത് മനസ്സിലാക്കിയെടുക്കാനും അതേപോലെ കൾച്ചേഴ്സ് പല കൾച്ചറിൽ നിന്ന് വരുന്നവരെല്ലാം മനസ്സിലാക്കി അവരെല്ലാം ഈക്വൽ റെസ്പെക്റ്റും ഈക്വൽ ഇമ്പോർട്ടൻസും കൊടുത്ത് പഠിപ്പിക്കാനും അതോടൊപ്പം ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ എന്ത് ചെയ്യണം, അവിടെ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അഡ്രസ്സിങ് ദീസ് ചാലഞ്ചസ് റിക്വയർസ് എ കോമ്പിനേഷൻ ഓഫ് ഫ്ലെക്സിബിലിറ്റി, കൾച്ചറൽ കോമ്പീറ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു ക്രിയേറ്റിംഗ് ആൻ ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഇത്തരം ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് ടീച്ചറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആൻസർ ചെയ്യേണ്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ് അല്ലേ. അപ്പോൾ നോക്കിക്കും, ഇങ്ങനെ ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യണമെങ്കിൽ ടീച്ചറിന് എന്തൊക്കെ വേണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. വളരെ റിജിഡായിട്ട് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നിന്നിട്ട് ഒരു കാര്യമില്ല. സാഹചര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ഫ്ലെക്സിബിൾ ആകാനായിട്ട് ടീച്ചറിന് സാധിക്കണം. പിന്നെ എന്താണ് കൾച്ചറൽ കോമ്പീറ്റൻസ്, എല്ലാ കൾച്ചറിനെയും നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. പിന്നെ നമുക്ക് വളരെയധികം വേണ്ട ഒരു കാര്യമാണ് കമ്മിറ്റ്മെൻറ്റ് അല്ലേ. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. എന്താണ്, ടു ക്രിയേറ്റ് എൻ ഇൻക്ലൂസീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. അവരുടെ പഠന സാഹചര്യം ഇൻക്ലൂസീവ് ആയിരിക്കണം. ഒരു കൂട്ടർക്ക് നല്ല രീതിയിലും മറ്റൊരു കൂട്ടർക്ക് മോശപ്പെട്ട രീതിയിലും അങ്ങനെയൊന്നും ആവില്ല. എല്ലാവരും ഒരുപോലെ ഈക്വൽ ആയിട്ട് എല്ലാ റിസോഴ്സും എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആകുന്ന രീതിയിൽ പഠിപ്പിക്കാനായിട്ട് ആർക്ക് സാധിക്കണം, ടീച്ചറിന് സാധിക്കണം. ടീച്ചേഴ്സ് ഹു ക്യാൻ അഡാപ്റ്റ് ദെയർ മെത്തേഡ് ടു മീറ്റ് ദിസ് ഡൈവേഴ്സ് നീഡ്സ് ഓഫ് ദെയർ സ്റ്റുഡൻസ് ആർ ബെറ്റർ പൊസിഷൻഡ്. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഇത്തരത്തിൽ സാഹചര്യങ്ങളനുസരിച്ച് മാറാൻ കഴിയുന്ന കുട്ടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് പല മെത്തേഡുകൾ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ടീച്ചേഴ്സിനൊക്കെ എന്താണ് അവർക്ക് നല്ല പൊസിഷൻസിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഹെട്രോജീനസ് ലാംഗ്വേജ് ക്ലാസ് റൂമുകളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഇത്തരം ടീച്ചേഴ്സിന് സാധിക്കും. ഇനി നമുക്ക് ലേണിംഗ് ഡിസോർഡേഴ്സ്, നമുക്ക് ആ ഒരു ഫൈനൽ പാർട്ടിൽ ലേണിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു. ആ ഒരു ഏരിയ നമുക്ക് കുറച്ച് സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ലേണിംഗ് ഡിസോർഡേഴ്സ് ഏതാണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പല രീതിയിലുള്ള ചലഞ്ചസ് ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. വിഷ്വൽ ഇമ്പയർമെൻറ്റുകൾ വരാം, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് വരാം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ വരാം, ക്രോണിക് ഇൽനെസ് വരാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്താണ് അവിടെ കുട്ടികൾക്ക് അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഇതാരും മനസ്സിലാക്കണം, ടീച്ചർ മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡാപ്റ്റ് ചെയ്ത് ക്ലാസ് റൂം ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കൊണ്ടുപോകണം.
അപ്പോൾ നമുക്ക് കുറച്ച് ഡിസബിലിറ്റീസ് നമുക്ക് സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്ന കുറച്ച് ഏരിയ നമുക്ക് മറ്റു ടോപ്പിക്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ജനറൽ ആയിട്ടുള്ള നമ്മുടെ പെഡഗോജിക് സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്നിരുന്നാലും നമ്മൾക്ക് ജസ്റ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്ന് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്താണ്? റീഡിങ് ഡിസബിലിറ്റിയാണ്. ഡിസ്ലെക്സിയ റീഡിങ് ഡിസബിലിറ്റിയാണ്. അവിടെ എന്താണ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻ ബിറ്റ്വീൻ സൗണ്ട്സ്, ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്. സൗണ്ടുകളും ലെറ്റേഴ്സും വേർഡ്സും ഒക്കെ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു റീഡിങ് ഡിസബിലിറ്റിയാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷൻ പ്രോബ്ലം നമുക്ക് ഇപ്പോൾ കുട്ടികൾ എന്താണ് സ്ഥിരമായിട്ട് അവർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കാരണം തേടിപ്പോയാൽ മനസ്സിലാക്കാം. അവർക്ക് വേർഡ്സും ഫ്രൈസസും പാരഗ്രാഫൊന്നും ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് എന്താ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്തത് എന്ന് മനസ്സിലാക്കി എടുക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള അപ്പോൾ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് പിന്നീടും പുതിയ പുതിയ മെത്തേഡുകൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ടെന്ന് ഓർത്ത് വെക്കാം. അടുത്ത ഡിസ്കാൽക്കുലിയാണ്. നമുക്ക് ലാംഗ്വേജ് ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലും ഈ ഒരു ഗ്രൂപ്പിൽ പറയുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പറയാറുള്ളതാണ് ഡിസ്കാൽക്കുലിയം. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. വേരിയഡ് ചാലഞ്ചസ് ഇൻഫ്ലുവൻസ് ബൈ എ ചൈൽഡ്സ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. എങ്ങനെയാണ് കുട്ടിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമ്മൾ പറയുന്നത്? ഡിസ്കാൽക്കുലിയയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അവർക്ക് പ്രധാനമായിട്ടും എന്താണ് വിഷ്വൽ ഡിസോർഡേഴ്സ് പ്രധാനമായിട്ടും അവിടെ നമ്മൾ കൊടുക്കേണ്ടത് വെച്ചാൽ സീക്വൻസിങ്, മെമ്മറി, ഓർഗനൈസേഷൻ. അപ്പം നമ്മൾ ഈ കാൽക്കുലേഷൻ എന്നുള്ള ഒറ്റ കാര്യത്തിൽ മാത്രം ഈ ഒരു മാത്സ് ലേണിംഗ് ഡിസബിലിറ്റിയിൽ നിൽക്കില്ല. അവിടെ എന്തൊക്കെ വരും? അവർക്ക് വിഷ്വൽ ഡിസോർഡേഴ്സും പിന്നെ എന്താണ് കാര്യങ്ങൾ സീക്വൻസ് ചെയ്യാനും മെമ്മറിയും ഓർഗനൈസേഷനിലും ഒക്കെ പ്രോബ്ലം വരുന്നതാണ് ഈ ഒരു ഡിസ്കാൽക്കുലിയം. നമ്മൾ ബേസിക്കായിട്ട് പറയുമ്പോഴത്തേക്ക് എന്താണ് മാത്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന് പറയും. നമ്മൾ ഈ പറഞ്ഞ പോലെ സീക്വൻസിങ്ങും മെമ്മറി ഓർഗനൈസേഷനും ഒക്കെ മാത്തമാറ്റിക്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് കുട്ടിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അടുത്ത ഡിസ്ഗ്രാഫിയാണ്. ഡിസ്ഗ്രാഫി എന്നാണ് റൈറ്റിംഗ് ഡിസബിലിറ്റിയാണ്. തിരിഞ്ഞു പോകലും മിക്കവാറും ഉള്ളവർക്ക് തിരിഞ്ഞു പോകുന്നതാണ്. ഡിസ്ലെക്സിയയും ഡിസ്ഗ്രാഫിയും നമ്മൾ തിരിഞ്ഞു പോകുന്ന ഗ്രാഫ് നമ്മൾ എന്താണ് എഴുതുകയാണ്, വരയ്ക്കുകയാണ്, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാറിപ്പോകില്ല. ഇൻവോൾവ് ഫിസിക്കൽ ചാലഞ്ചസ് ഇൻ റൈറ്റിംഗ് ആൻഡ് മെൻ്റൽ ഡിഫിക്കൽട്ടീസ് ഇൻ കോംപ്രിഹെൻഡിങ് സിന്തസൈസിങ് ഇൻഫർമേഷൻ. വളരെ ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചാലഞ്ച് ഇൻ റൈറ്റിംഗ് ആണ്. അപ്പോൾ ഒരു റൈറ്റിംഗ് ചലഞ്ച് കൊണ്ട് മെൻ്റൽ ഡിഫിക്കൽട്ടി എവിടെ വരുന്നു? ഐഡിയാസ് ഒക്കെ കോംപ്രിഹെൻഡ് ചെയ്യുന്നതിലും ഇൻഫർമേഷൻസ് സിന്തസൈസ് ചെയ്യുന്നതിലും ഒക്കെ ബുദ്ധിമുട്ട് വരുന്ന ഒരു ലേണിംഗ് ഡിസബിലിറ്റി ആണ് നമുക്ക് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ബേസിക് ആയിട്ടുള്ള റൈറ്റിംഗ് ഡിസോർഡേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഡിഫിക്കൽട്ടി ഫോമിങ് വേർഡ്സ്, എക്സ്പ്രസീവ് റൈറ്റിംഗ് ഡിസബിലിറ്റീസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ നോക്കി വാക്കുകൾ ഫോം ചെയ്ത് എഴുതാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതോടൊപ്പം തന്നെ എന്താണ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇപ്പം മനസ്സിൽ ചിന്ത ഉണ്ട്, പക്ഷേ അത് പേപ്പറിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സ്ട്രഗിളാണ് നമുക്ക് ഈ പറഞ്ഞ ഡിസ്ഗ്രാഫിയയുടെ ഒരു ലക്ഷണമെന്ന് പറയുന്നത്. അടുത്തത് ഡിസ്പ്രാക്സിയ എന്ന് പറയുമ്പോഴത്തേക്ക് മൂവ്മെൻറ്റ് ആൻഡ് കോർഡിനേഷൻ ചലഞ്ചാണ്. അപ്പോൾ അവർക്ക് എന്താണ് അത്തരം ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് അവർക്ക് എന്താണ് വരുന്നത്? അവർക്ക് മൂവ്മെൻറ്റ് ആൻഡ് കോർഡിനേഷനിൽ അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ മൂവ്മെൻറ്റും കോർഡിനേഷനും പോസിബിൾ ആവുന്നില്ല. ഇപ്പോൾ കട്ടിങ്, റൈറ്റിംഗ്, ഗ്രോസ് മോട്ടോ സ്കിൽസ്, അപ്പോൾ മോട്ടോ സ്കിൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡറാണ് നമുക്ക് ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ. അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് അവരുടെ പേശികൾ ചലിപ്പിക്കാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? റിലേറ്റഡ് ടു ബ്രെയിൻസ് ഔട്ട്പുട്ട് ആക്ടിവിറ്റി ഇൻ കോർഡിനേറ്റിംഗ് വിത്ത് നെസറി ലിംസ് ഫോർ ആക്ഷൻ. ബ്രെയിൻ പറയുന്നതനുസരിച്ച് കൊണ്ട് എന്താണ് ലിംബുകൾ മൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ കൈകാലുകളൊക്കെ എന്താണ് ചലിപ്പിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ എഴുതാൻ ബുദ്ധിമുട്ട് വരുന്നൊരു കാര്യമുണ്ട്. ബ്രെയിനിൽ നിന്ന് പറയുന്നുണ്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്, പക്ഷേ കൈകൾ ഉപയോഗിച്ചത് എഴുതാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ഇനി അഫേസിയ അല്ലെങ്കിൽ ഡിസ്ഫേസിയ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലേണിംഗ് ഡിസബിലിറ്റി ആണ്. അപ്പോൾ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോക്കൺ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനുമുള്ള ബുദ്ധിമുട്ടാണ്. വെർബൽ ലാംഗ്വേജ് സ്കിൽസും അല്ലെങ്കിൽ ലാംഗ്വേജ് സ്പീച്ചിലുള്ള ഫ്ലുവൻസിയും അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ്സ് ഓഫ് വേർഡ്സ് ആൻഡ് ഡയറക്ഷൻസ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നതാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് അഫേസിയ അല്ലെങ്കിൽ ഡിസ്ഫേസിയ എന്ന് പറയുന്നത്. അവിടെ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലേണിംഗ് ഡിസബിലിറ്റിയാണ്. സംഗതി ഇത്രയേ ഉള്ളൂ. സ്പോക്കൺ ലാംഗ്വേജ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനുമുള്ള ഒരു ബുദ്ധിമുട്ടാണ്.
അടുത്തത് ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ. ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഎബിലിറ്റി ടു ഡിസ്റ്റിങ്ക്വിഷ് സബ്റ്റിൽ ഡിഫറൻസ് ഇൻ സൗണ്ട്സ്. സൗണ്ടുകൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസങ്ങളൊക്കെ എന്താണ്, ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹിയറിംഗ് സൗണ്ടൊക്കെ എന്താണ്, ഇപ്പം സൗണ്ട്സ് ഓഫ് ദ റോങ് സ്പീഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാതെ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഇപ്പോൾ റീഡിങ്ങിലും റൈറ്റിങ്ങിലും ഒക്കെയുള്ള ബേസിക് കൺസെപ്റ്റ്സ് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഉള്ള ബുദ്ധിമുട്ട് വരാം. അപ്പോൾ അതാണ് ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ കേൾക്കുന്ന കാര്യം മനസ്സിലാക്കി എടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അടുത്ത വിഷ്വൽ പ്രോസസ്സിംഗ് ഡിസോർഡർ. നേരത്തെ നമുക്ക് കേൾക്കുന്ന കാര്യമാണെങ്കിൽ വിഷ്വൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കാണുന്നത് അല്ലേ, കാഴ്ചയിൽ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടും വിഷ്വൽ പെർസെപ്ഷനിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ഷേപ്സ് കാണുമ്പോഴത്തേക്കും എന്തെങ്കിലും പർട്ടിക്കുലർ ഷേപ്പ് കാണുമ്പോഴത്തേക്ക് എന്താണ്, അതിൽ മിസ്സിങ് ആയിട്ടുള്ള ഡിഫറൻസുകൾ തോന്നാം. അല്ലെങ്കിൽ ലെറ്റേഴ്സ് നമ്പേഴ്സും ഒക്കെ എന്താണ് തിരിച്ചൊക്കെ എഴുതുന്നതൊക്കെ കാണാം. അപ്പോൾ അവർക്ക് എന്താ റിവേഴ്സ് ചെയ്തൊക്കെ വരും. എന്ന് വെച്ചാൽ ആ ഒരു കാര്യം കൃത്യമായിട്ട് പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ വേർഡ്സ് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഐ ഹാൻഡ് കോർഡിനേഷൻ. നമുക്കറിയാം ഈ ഒരു വിഷ്വൽ പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഐയുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ വരുമ്പോൾ ഐ ഹാൻഡ് കോർഡിനേഷൻ, കണ്ണും കൈയും തമ്മിലുള്ള ഒരു കോർഡിനേഷനിൽ ഉള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടാം. പിന്നെന്താണ്, അങ്ങനെ അത് മോട്ടോ സ്കിൽസിനെ അഫക്റ്റ് ചെയ്യാം, റീഡിങ് കോംപ്രിഹെൻഷനെ അഫക്റ്റ് ചെയ്യാം, മാത്സിനെ അഫക്റ്റ് ചെയ്യാം. എന്താണ് ഈ പറഞ്ഞ വിഷ്വൽ പ്രോസസ്സിംഗ് ഡിസോർഡർ. അടുത്തത് നോൺ ലേണിംഗ് ഡിസബിലിറ്റി ചലഞ്ചുകളുണ്ട്. അപ്പം നമ്മളെ പറഞ്ഞു കൂടാതെ നോൺ ലേണിംഗ് ആയിട്ടുള്ള, അതായത് പഠനത്തിനെ എഫക്റ്റ് ചെയ്യുന്ന അല്ലാതുള്ള ഡിസബിലിറ്റി ചലഞ്ചസുകൾ വരാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കാം, ആൻസൈറ്റിയിലൂടെ, ഡിപ്രഷനിലൂടെ, സ്ട്രെസ്ഫുൾ ഈവൻസിലൂടെ, ഇമോഷണൽ ട്രോമയിലൂടെ ഒക്കെ വരുന്ന കാര്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇത്തരമുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ടീച്ചേഴ്സ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ADHD ഓട്ടിസവും അങ്ങനെയുള്ള 2 പോയിന്റ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ADHD ഓട്ടിസം എന്താണ്? അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ക്യാൻ ഒക്കർ ഓർ ബി കൺഫ്യൂസ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ്. ചില സമയത്ത് എന്താ ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അതാണ് എന്ന് കൺഫ്യൂസ് ചെയ്യപ്പെടുന്ന രീതിയിലൊക്കെ കുട്ടികളിൽ കണ്ടേക്കാം. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. അപ്പോൾ ഇത് നമുക്കൊരു ലേണിംഗ് ഡിസബിലിറ്റി എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ എന്ത് സംഭവിക്കുന്നുണ്ട്, ADHD ഉള്ള കുട്ടികളിൽ അവർക്ക് സിറ്റിംഗ് സ്റ്റിൽ, ഇപ്പോൾ ക്ലാസ്സിൽ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ ക്ലാസ് ടൈം എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സ് ആണെങ്കിൽ 30 മിനിറ്റ്സും അങ്ങനെ തന്നെ ഇരിക്കാനായിട്ട് ചിലപ്പോൾ ആ കുട്ടിക്ക് സാധിക്കില്ല. അവർ പെട്ടെന്ന് എന്താണ് ഇറിറ്റേറ്റീവ് ആവും. അപ്പോൾ അവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റാതെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഫോക്കസ് ചെയ്ത് ഇരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റാതെ അവർ ഹൈപ്പർ ആക്റ്റീവായിട്ടൊക്കെ പെരുമാറും. അപ്പോൾ അത് നമുക്കൊരു ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ചില സമയത്ത് എന്താണ് ഇതൊക്കെ കൊണ്ടത് ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം നമുക്കൊരു എന്ത് പറയാം, ഒരു ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ആസ്പെർജേഴ്സ് സിൻഡ്രോം ഒരു ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ്. ഇതൊക്കെ വരുമ്പോൾ എന്താണ്, അപ്പോൾ അവർക്ക് മൊത്തത്തിൽ അപ്പോൾ ഈ ഒരു സംഗതി ഉണ്ടായത് കൊണ്ട് എന്താണ് അക്കാദമിക് സ്കില്ലുകൾ മാസ്റ്റർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അപ്പോൾ അവർക്ക് എന്താണ് കമ്മ്യൂണിക്കേഷനിലും റീഡിങ്, ബോഡി ലാംഗ്വേജ്, ലേണിംഗ് ബേസിക് സ്കിൽസ്, മേക്കിംഗ് ഫ്രണ്ട്സ്, മേക്കിംഗ് ഐ കോണ്ടാക്ട്, ഇതൊക്കെ അവർക്ക് എന്താണ് ബുദ്ധിമുട്ടായിട്ട് വന്നേക്കുക. അതാണ് നമ്മൾ ഓട്ടിസമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞ് ഇരിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് റൂമിൽ നമ്മൾ പല വിധത്തിലുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു അല്ലേ നമ്മുടെ ഒരു സിലബസിൽ നിന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ചലഞ്ചസ് ഓഫ് ടീച്ചിങ് ലാംഗ്വേജ് ഇൻ ഡൈവേഴ്സ് ക്ലാസ് റൂം. ഒരു വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളിരിക്കുന്ന ക്ലാസ് റൂമിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന കുറച്ച് ചലഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ചലഞ്ചസ് ആണ് നമ്മൾ മനസ്സിലാക്കി എടുത്തത്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്, ലാംഗ്വേജ് ഡിസോർഡേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ലാംഗ്വേജ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് ഡിസോർഡേഴ്സ് പറഞ്ഞു. അതോടൊപ്പം തന്നെ അതിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള മറ്റ് ഡിസോർഡേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇത്തരം ഒരു ക്ലാസ് റൂം വരുമ്പോൾ അവിടെ ചലഞ്ചിങ് ആണ്. ആ ചലഞ്ചിനെ നല്ല രീതിയിൽ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലാണ് ഒരു ടീച്ചറിൻ്റെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ബേസിക് ആയിട്ടുള്ള ആ ഒരു നോളജ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഉണ്ടായിരിക്കണം. ടീച്ചറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്